എന്തോ ഈ ഗസൽ നിലാവ് എന്ന പ്രോഗ്രാം ഇന്നലെ കണ്ടിരുന്നോ? ഇന്നലെ കണ്ടിരുന്നു. അതെയോ? ഇഷ്ടമായോ? അതിൽ നിന്ന് ഒരു സംശയം ഉണ്ടായത്, ഗസലിലെല്ലാം പ്രണയം മാത്രമാണോ തീമായിട്ടുള്ളതെന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് 12:30 കാത്തിരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. എന്തായാലും ടൈം മാറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ, 9 മണിയായതുകൊണ്ട് സുഖമായിട്ട് കാണാൻ പറ്റി. ഉറക്കം വിളിക്കേണ്ടി വന്നില്ലല്ലോ. അതെ 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 അതെ. അല്ല, നമ്മൾ ഗസൽ നല്ല ചോദ്യമാണ്. ഗസലിൽ പ്രണയം മാത്രമല്ല വിഷയമായിട്ടുള്ളത്. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് ഗസലുകളിൽ, എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടിട്ടുള്ള ഒരുപാട് ഗസലുകളിൽ പ്രണയവും പ്രണയത്തിന്റെ അനുബന്ധമായിട്ടുള്ള പ്രണയ നൊമ്പരവും വിരഹവും അതൊക്കെ തന്നെയാണ് കൂടുതൽ വിഷയമായിട്ടുള്ളത്. പക്ഷേ ഗസലുകളിൽ മറ്റ് ഒരുപാട് സൗഹൃദം, ബാല്യം, ഭക്തി ഇതൊക്കെ തന്നെ വിഷയങ്ങളായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഗസൽ തന്നെ സൗഹൃദത്തെ, ഒരു ബാല്യ ഓർമ്മയും സൗഹൃദവും മാത്രം വിഷയമായിട്ടുള്ള ഗസലാണ്. അപ്പൊ അതിന്റെ ഇന്ന് കേൾക്കാൻ പറ്റില്ല, ഞങ്ങൾ പുറത്താണ്. എന്തായാലും റെക്കോർഡ് ചെയ്ത് കേട്ടോളാം. അപ്പോൾ സൗഹൃദം അതിനകത്തൊരു തീം ഉണ്ടെന്നാണ് സാർ പറയുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. സൗഹൃദം മാത്രമല്ല, അതുപോലുള്ള നമ്മുടെ മനസ്സിന്റെ എല്ലാ ഭാവങ്ങളും ഗസലിലേക്ക് വിഷയം ആവാറുണ്ട്. എന്തായാലും വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കുക, പരിപാടി എന്നും കാണുക. അപ്പോ പാടവരമ്പിലെ പല വർണ്ണ പൂക്കളും തെച്ചിപ്പഴത്തിൻ്റെ മധുവും. ഈ തെച്ചിപ്പഴത്തിൻ്റെ മധുരം പോലെ മധുരമുള്ള രാഗമാണ് ഈ ഗസലിനെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാനഡ എന്ന് പറയുന്ന രാഗമാണ്. നമ്മൾ ഇങ്ങനെ രാഗാധിഷ്ഠിതമാണോ പാട്ടുകളെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സംഗീതം ഒക്കെ ചെയ്യുന്നത് ഒരു രാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ ക്ലാസിക്കലാകുമ്പോൾ പൂർണ്ണമായും ആ രാഗത്തിൻ്റെ നിയമവിധേയമായിട്ടായിരിക്കും ആ കൃതി ചിട്ടപ്പെടുത്തുക. പക്ഷേ ലളിത സംഗീത ശാഖയിൽ അല്ലെങ്കിൽ നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളോ ഇത്തരം ഗസലുകളോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒത്തിരി സ്വാതന്ത്ര്യമുണ്ട്. ആ രാഗത്തിൻ്റെ ഒരു കോളുണ്ട്, അതിനുശേഷം വരാം. ഹലോ ഹലോ നമസ്കാരം, ആരാണ്? ഹലോ നമസ്കാരം. അതെ, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ? സനീഷ്. അതെ, എന്തൊക്കെയാണ് വിശേഷം സനീഷ്? ഞാൻ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലി ക്ലബിലെ മെമ്പറാണ്. ഓക്കെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സന്തോഷം. അപ്പൊ ഒരു കുടുംബത്തിന് വേണ്ടി വിളിക്കുകയാണല്ലേ? അതെ അതെ. ഓക്കെ, സന്തോഷം. എങ്ങനെയുണ്ട് ഈ പ്രോഗ്രാം? ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ല, ഗസലുകൾ ഇഷ്ടമാണോ? ഷോ ഇന്നലെ കണ്ടിരുന്നു, വളരെ നന്നായിട്ട്. അതെയോ? അതെ. ഗസലുകൾ കേൾക്കുന്ന ആളാണോ സനീഷ്? ഞങ്ങൾ വിളിക്കണമെന്ന് എല്ലാരും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഈസ്റ്റ് കോസ്റ്റ് ഫാമിലി എല്ലാ ആൾക്കാർക്കും വേണ്ടി സനീഷ് എന്റെ പ്രതിനിധിയായിട്ട് വിളിക്കുകയാണ് അല്ലേ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ. എന്താണ്? 4 ഗസൽ അവർക്ക് വേണ്ടി പാടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഞാനിപ്പോ ആ ഒരു ഗസൽ പാടി എന്റെ പകുതി വഴിയിൽ ആ ഗസലിന്റെ ഒരു ചരിത്രത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ പാടാം. ഓക്കെ സനീഷ്, വിളിച്ചതിൽ സന്തോഷം. പാട്ട് കേട്ടോളൂ. പാടവരമ്പിലെ പല വർണ്ണ പൂക്കളും തെച്ചിപ്പഴത്തിൻ്റെ മധുവും. അപ്പോൾ പറഞ്ഞ് കാനഡ രാഗത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞുണ്ട്. കാനഡ രാഗമാണ് ഈ ഗസലിന് അവലംബം. ഈ കാനഡ രാഗം, കാനഡ എന്ന് കേൾക്കുമ്പോൾ ദർബാരി കാനഡ എന്നൊരു രാഗം കൂടിയുണ്ട്. പലപ്പോഴും ഇത് ക്ലാസിക്കൽ, ഇത് രണ്ട് വ്യക്തമായ സ്വതന്ത്രമായ രാഗങ്ങൾ തന്നെയാണ്. സിനിമാ പാട്ടിൽ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇത് തമ്മിലൊരു ചെറിയ ധാരണയിലൊക്കെ ചില പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദർബാരി കാനഡത്തിന് പ്രസിദ്ധമായ നമ്മുടെ 2 ലെജൻഡ്സ് ചേർന്നപ്പോൾ വളരെ വലിയൊരു പാട്ടുണ്ടായി. ദർബാരി കാനഡയിലാണത്. ഇപ്പോൾ നൗഷാദ് സാഹിബും മുഹമ്മദ് റാബീസ് പാടിയത് നമ്മുടെ ഓ ദുനിയാ കേ രഘുവാലേ, അതൊരു ചരിത്രമാണ്. അതുപോലെ നമ്മുടെ സംഗീത ദേവരാജൻ മാഷ് അദ്ദേഹം ചെയ്ത 1000 പാദസരങ്ങൾ കിലുങ്ങി സരിഗാമപദാനിസ സാനിപമപഗാമരീസ. ഇത് ദർബാരി കാനഡ അങ്ങനെയാണ്. കാനഡ വരുമ്പോൾ സരിപഗാമരീസ സരിഗമദനിസ സാനിപമപഗാമരീസ. ഈ കാനഡയിൽ ഒരുപാട് സിനിമ പാട്ടുകളുണ്ട്, കീർത്തനങ്ങളുണ്ട്, ലളിതമായ ഈ കാനഡയിലെ കീർത്തനങ്ങൾ വളരെ ഒരു ലളിത ഗാനം പോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മാമവസദാ ജനനീ സ്വാതിരുന്നാളിൻ്റെ പ്രശസ്തമായ കീർത്തനാണ്. അംബമാമവസദാ. അതുപോലെ അലൈപ്പായുതേ
കണായൻ ഒത്തുകടുകൃതിയാണ്. അതുപോലെ ഗോപാലികേ നീ കണ്ടുവോ അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അഴകേ. ഇതൊക്കെ കാനഡയിൽ ഒരുപാട് രാഗങ്ങൾ, ആയിരക്കണക്കിന് രാഗങ്ങൾ നമ്മൾ ലോക സംഗീതത്തിലുണ്ട്, മലയാള സംഗീതത്തിലുണ്ട്. ഞാൻ രാഗത്തിലേക്ക് പോവുകയല്ല, ഈ ഗസലിൻ്റെ അടിസ്ഥാന രാഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ ഈ രാഗത്തിൻ്റെ ഈ ഒരു സ്വാധീനം നമ്മുടെ മനസ്സിലേക്ക് ഈ രാഗം ചെലുത്തുന്ന ഓരോ രാഗവും നമ്മുടെ മനസ്സിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്താറുണ്ട്. അപ്പോൾ ആ രാഗം കൂടി ഇതിന് വന്നു ചേർന്നപ്പോഴാണ് ഈ ഗസലിനൊരു നല്ല ഭംഗിയുണ്ടായതും പല ആസ്വാദകരും അത് ഇഷ്ടപ്പെട്ടത്. പാടവരമ്പിലെ പല വന്ന പൂക്കളും തെച്ചിപ്പഴത്തിൻ്റെ മധുവും. രണ്ട് കൂട്ടുകാരിൽ ഒരാൾ പാടുന്നയാളും മറ്റേയാൾ പാട്ട് കേൾക്കുന്നയാളുമാണ്. എപ്പോഴും കല വിജയിക്കണമെങ്കിൽ അത് കാണാനും കേൾക്കാനും ഒരു വിഭാഗം ഉണ്ടാവണം. നമ്മൾ ഏത് കലയുടെയും പിന്നിൽ അതാണ് എൻ്റെ യഥാർത്ഥ ഊർജം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കൂട്ടുകാരൻ പാടാത്തതുകൊണ്ട് പാട്ടുകാരനോട് അവന് അടക്കാനാവാത്ത സ്നേഹം. ഈ പാട്ടുകാരനോ അവൻ്റെ ഇല്ലായ്മകൾ പരിഹരിക്കുന്നത് എപ്പോഴും ഈ കൂട്ടുകാരനാണ്. എങ്ങനെ പരസ്പരം കടപ്പെട്ടിരിക്കുകയാണ് ഈ സ്നേഹബന്ധം. അതുകൊണ്ടാണ് അവൻ പാടവരമ്പിൽ നിന്ന് കിട്ടുന്ന പല നിറങ്ങളിലുള്ള പൂക്കളും തെച്ചിപ്പഴവും ഒക്കെ ശേഖരിച്ച്. ഒരു കോളുണ്ട്, അതിനുശേഷം നമുക്ക് വരാം. ഹലോ ഹലോ ഓക്കെ, കോൾ കട്ടായി. നമുക്ക് അപ്പോൾ ഈ കുഞ്ഞു സുഹൃത്തുക്കളുടെ അവന് കിട്ടുന്ന പൂക്കളും തെച്ചിപ്പഴവും ഒക്കെ അവന് കൊടുക്കുന്നു. പകരം എന്താ കൊടുക്കുക? ഈ പാട്ടുകാരൻ അവൻ്റെ മനസ്സ് നിറയെ പാടിക്കൊടുക്കും. പാടവരമ്പിലെ പല വന്ന പൂക്കളും തെച്ചിപ്പഴത്തിൻ്റെ മധുവും ഇരുത്തെടുത്തിലക്കുമ്പിൽ നീട്ടി നീ നിന്നപ്പോൾ മീട്ടി ഞാനെൻ മണി വീണ പാട്ടിൻ്റെ നൊമ്പര വീണ. ഇരുത്തെടുത്തിലക്കുമ്പിൽ നീട്ടി നീ നിന്നപ്പോൾ മീട്ടി ഞാനെൻ മണി വീണ പാട്ടിൻ്റെ നൊമ്പര വീണ. നിൻ പൊതിച്ചോറിൻ്റെ പാതിയും ഹൃദയം പകുത്ത നീർപാതിയും അക്ഷരമുറ്റത്തെ പൂത്തമാഞ്ചോട്ടിലെ സൗഹൃദത്തണലിൽ നീ തന്നു സ്നേഹ സൗഗന്ധികങ്ങൾ വിടർന്നു. ഈ സ്നേഹ സൗഗന്ധികങ്ങൾ പരസ്പരം പങ്കുവച്ച ഈ സൗഹൃദത്തിൻ്റെ കഥകൾ നിങ്ങളൊക്കെ ഒരുപാട് നല്ല സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ നല്ലൊരു പോയ കാലത്തിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഉമ്പായിയുടെ നല്ലൊരു ഗസൽ കേൾക്കാം, അത് കാണാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം.